ബാർ കേസിൽ തനിക്കെതിരെ ഗൂഢാലോചനയുണ്ടെന്ന് ആവർത്തിച്ച് കെ.എം. മാണി. അതിനു പിന്നിൽ ആരാണെന്ന് അറിയാമെങ്കിലും മാന്യത കൊണ്ട് പറയുന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDF തോൽവിയുടെ പാപഭാരം തന്റെ തലയിൽ കെട്ടിവെച്ചുവെന്നും മാണി പരിഭവിച്ചു. മാധ്യമങ്ങളെ കണ്ട കെ.എം. മാണി തന്നെ പുറകിൽ നിന്ന് കുത്തിയവർക്കെതിരെ മുള്ളും മുനയും വെച്ച ഭാഷയിലാണ് സംസാരിച്ചത്. ആരോടും പ്രതിഷേധമില്ല, എന്നാൽ തൻ്റെ ചോരയ്ക്ക് വേണ്ടി പലരും ദാഹിച്ചു. അതൊക്കെ രാഷ്ട്രീയത്തിൽ സ്വാഭാവികം മാത്രമാണ്. താൻ എവിടേക്കും ഓടിപ്പോകാൻ പോകുന്നില്ലെന്നും മാണി മുന്നറിയിപ്പ് നൽകി. എനിക്കിപ്പോൾ എൻ്റെ രക്തത്തിന് വേണ്ടി പലരും ദാഹിച്ചിട്ടുണ്ട്, എന്നെ വേട്ടയാടിയിട്ടുണ്ട്. അതൊക്കെ രാഷ്ട്രീയത്തിലൊക്കെ അങ്ങനെ കിടക്കും. എനിക്കതിൽ വലിയ പരിഭവമോ ആരോടെങ്കിലും പ്രതിഷേധമോ ഇല്ല. ഞാനെല്ലാം ഇതൊക്കെ ജീവിതത്തിൽ കേട്ടും കണ്ടും ക്ഷമിച്ചും സഹിച്ചുമൊക്കെ പോവുകയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ UDFന്റെ തോൽവി തന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നതിനെതിരെയും രോക്ഷം മാണിയുടെ വാക്കുകളിൽ കാണാമായിരുന്നു. UDFന് ആഗ്രഹിച്ച വിജയം നേടാൻ കഴിയാത്തതിൻ്റെ കാരണം പോലും പാപഭാരം പോലും എൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും പേരിൽ ആരോപിച്ച ചില കേന്ദ്രങ്ങളുണ്ട്. കെ ബാബുവിനും കെ.എം. മാണിക്കും UDFൽ ഇരട്ട നീതിയാണോ എന്ന ചോദ്യത്തിന് പ്രതികരണം ഇങ്ങനെ: മന്ത്രി എന്നുള്ള നിലയിൽ രാജിവെച്ച് പോകുമ്പോൾ ഞാൻ ഉൾപ്പെട്ടിരുന്നൊരു മന്ത്രിസഭയെ താറടിക്കാനോ അതിനെ എൻ്റെ സഹപ്രവർത്തകരായ മന്ത്രിമാരെ കുറ്റപ്പെടുത്താനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെയല്ല പറയാനുള്ളൂ. യു ക്യാൻ റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ്. കുറേയൊക്കെ നിങ്ങൾക്ക് വിടുക, ഞാൻ അതൊക്കെ നിങ്ങൾ അത് കാണും. പക്ഷേ എനിക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു ചിന്ത. നീതി ലഭിച്ചിട്ടില്ല, അതെവിടെ നിന്നാ നീതി കിട്ടേണ്ട സ്ഥാനങ്ങളിൽ നിന്നും എനിക്ക് നീതി കിട്ടിയിട്ടില്ല. അത് എവിടെ നിന്നും ആകാം. കൂടെ രാജിവെക്കാത്ത PJ ജോസഫിനും കിട്ടി ഒരു കുത്ത്. തൻ്റെ കൂടെ ആരും രാജിവെക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഉണ്ണിയാടൻ രാജിവെച്ചത് തന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണ്. താനൊഴിഞ്ഞ വകുപ്പുകൾ ആർക്ക് നൽകണമെന്ന് പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിക്കും. പാലയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ താൻ വീണ്ടും മത്സരിക്കുമെന്ന സൂചനയും മാണി നൽകി. കെ.എം. മാണി തന്നെ അടുത്ത ബഡ്ജറ്റ് അവതരിപ്പിക്കുമെന്ന സൂചന മാണിയെ സന്ദർശിച്ച ശേഷം കുഞ്ഞാലിക്കുട്ടിയും നൽകി. പാർട്ടിയിൽ പ്രശ്നങ്ങളില്ലെന്നും തങ്ങളെല്ലാം ഒറ്റക്കെട്ടാണെന്നും മാണിയെ സന്ദർശിച്ച ശേഷം PJ ജോസഫും മാധ്യമങ്ങളോട് വ്യക്തമാക്കി.